നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, 4 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്നത് ആദ്യമാണെന്ന് റിപ്പോർട്ട്. സാധാരണ മൺസൂൺ രീതിയിൽ മാറ്റം ഉണ്ടാകാറുണ്ടെങ്കിലും കാലവർഷം ഇത്തവണ നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. മെയ് 24 മൺസൂൺ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. 24 ശേഷം കനത്ത മഴ ആരംഭിക്കുമെന്നാണ് വിവിധ കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് മഴ വരും ദിവസങ്ങളിൽ വ്യാപകമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നും വകുപ്പ് അറിയിച്ചു. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെടാനും അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അടുത്തൊരു അറിയിപ്പ്, വ്യാപാരികളുടെ ശ്രദ്ധയ്ക്ക്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയ്ക്കും വ്യാജൻ എന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഇതു സംബന്ധിച്ച് കേരള പോലീസ് വ്യാപാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയവയ്ക്കാണ് വ്യാജന്മാരുള്ളത്. വ്യാപാരികളെ കബളിപ്പിക്കാനായാണ് ഇവ ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിനു ശേഷം കടന്നു കളയുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് രീതി. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പിക്കാൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. അടുത്തൊരു അറിയിപ്പ്, സ്കൂൾ പരിസരത്തെ ലഹരി വിൽപ്പനയ്ക്ക് പൂട്ടിട്ട് എക്സൈസ് വകുപ്പ്. സ്കൂൾ പരിസരത്തെ സ്ഥാപനങ്ങളിൽ ലഹരി വിൽപ്പന നടത്തിയാൽ ലൈസൻസ് റദ്ദ് ചെയ്യാൻ എക്സൈസ് നടപടി ആരംഭിച്ചു. ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ കടകൾ പൂട്ടിക്കാനാണ് എക്സൈസ് തീരുമാനം. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് എക്സൈസ് കത്ത് നൽകുന്നതായിരിക്കും. ഈ മാസം 30 മുമ്പ് എക്സൈസ് ഉദ്യോഗസ്ഥർ എല്ലാ സ്കൂളുകളിലും പ്രധാനാധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാർത്ഥികൾക്ക് ലഹരി വസ്തുക്കൾ കിട്ടുന്നത് തടയുന്നതിന് വേണ്ടിയാണ് കർശന നടപടിയുമായി എക്സൈസ് രംഗത്ത് വരുന്നത്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ശനിയാഴ്ച ആരംഭിക്കുന്നതായിരിക്കും. ഇതിനായി 1650 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 മാസത്തെ കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുക. 3200 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജൂൺ 5 മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. 62 ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ 5 ഗഡുക്കളാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത്. 2 ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു. അതിൽ 1 ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജൂൺ 5 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 2024 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ലഭിക്കുക. ജൂൺ 13 മുതൽ 29 വരെ പേര് ചേർക്കലുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടക്കുന്നതായിരിക്കും. ഹിയറിംഗിനായി അപേക്ഷകൻ നേരിട്ട് ഹാജരാവേണ്ടതാണ്. ജൂലൈ 1 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. വാർത്തകൾ പൂർണ്ണമായി വീക്ഷിച്ചതിന് നന്ദി.